ഹായ് ഫ്രണ്ട്സ്, സോസിക ഉണ്ടല്ലോ, സിനിമാ നടിയും സീരിയൽ ആക്ട്രസും അതുപോലെ തന്നെ അവതാരകയും ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള സോസിക അവരുടെ ഭർത്താവുമായ പ്രേമും തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവുകയാണ്. അത്തരത്തിലുള്ള ന്യൂസുകളാണ് ഇപ്പോൾ വ്യാപകമായിട്ട് നമുക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത്തരത്തിലുള്ള പല ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഡിവോഴ്സ് ആവുകയാണ് ഇവർ തമ്മിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഇടയിലാണ് സോസിക ഈ കാര്യം പറയുന്നത്. ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവുകയാണ്, എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരാളെ പറ്റി, ആളുടെ കൂടെയുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള സംസാരം സോസിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ ആളുകൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇവർ ഡിവോഴ്സ് ആവുന്നത്, എന്താണ് ഇത്ര പെട്ടെന്ന് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയുള്ളൂ എന്ന് പറയുന്ന പല ആളുകളുണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒരു വീഡിയോ പുറത്ത് വരുമ്പോൾ പല ആളുകളും അതിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോസിക ഒരു ചതുരം എന്ന് പറയുന്ന ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൂവി കാരണമാണ് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവുന്നത്, അതിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കും എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ അതിൻ്റെ എതിരായിട്ട് നിന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ഒരു സിനിമ അതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്, അതായത് സോസികയുടെയും പ്രേമിൻ്റെയും വിവാഹത്തിന് മുന്നേ തന്നെ ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് ഈ ചതുരം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത് കൊണ്ടുള്ള പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവർ മുന്നേ അറിയുന്നതാണല്ലേ, പ്രേമിനെ അറിയുന്നതാണ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനത്തെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് സോസിക എന്നൊക്കെ പ്രേമിനെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് അറിഞ്ഞു വെച്ചിട്ട് പിന്നെ ഇവർ വിവാഹം കഴിച്ചിട്ട് പിന്നീട് എന്തിന് ഡിവോഴ്സിന് പോകുന്നു എന്ന് പറയുന്ന പല ആളുകളുണ്ട്. ഇത് പലതരത്തിൽ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവർ കല്യാണം കഴിഞ്ഞത് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ സിനിമാക്കാരല്ലേ, ഇതൊക്കെ സാധാരണയാണ്, ഇവരിങ്ങനെ തന്നെയാണ്, ഒരു കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആവും പിന്നെ അടുത്ത കല്യാണം കഴിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിൽ ഇതിന് പറയുന്ന ആളുകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു തരം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമായിരുന്നു അത് എന്ന് വേണം പറയാനും. കാരണം ഇവർ സോസികയും പ്രേമം തമ്മിൽ ഡിവോഴ്സ് ആവാനും കാര്യങ്ങളൊന്നും പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഓരോ ഇൻ്റർവ്യൂക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണിത്. ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് ഷോർട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ പല ആളുകളും ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് കയറാനും അത് കാണാനും എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കാരണം പല ആളുകളും അതിൽ കയറി ഒന്ന് സെർച്ച് ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഐഡിയ ആണ് അവരുടെ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ പുറത്തു വിടുന്നത്, ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ നമുക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട്. സത്യത്തിൽ അവർ തമ്മിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, ജീവിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പല ആളുകളും ഈ ഒരു ടോക്ക് മാത്രം എടുത്തിട്ട് ഇവർ തമ്മിൽ ഇങ്ങനെ ഡിവോഴ്സ് ആവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനല്ല, അല്ലെങ്കിൽ അവർ ആ ഇൻ്റർവ്യൂക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ്. അത് കണ്ടിട്ട് പല ആളുകളും ആ ഒരു ചാനലിൽ കയറി നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, അല്ലാതെ ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമില്ല. അവർ തമ്മിൽ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്.